നമസ്കാരം, വെൽക്കം ടു KPC 2.0. 62/2026 LGS എക്സാമിൻ്റെ 24 മുതൽ 29 വരെയുള്ള ചോദ്യങ്ങൾ നമുക്കിന്ന് പഠിക്കാം. ബാക്കി ചോദ്യങ്ങളെല്ലാം എല്ലാവരും പഠിച്ചുവെന്ന് വിശ്വസിക്കുന്നു. ചോദ്യം 24. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന മണ്ണിനം ഏതാണ്? അതായത് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷനുകളായി നൽകിയിരിക്കുന്നത് കറുത്ത മണ്ണ്, ചെങ്കൽ മണ്ണ്, ചെമ്മണ്ണ്, എക്കൽ മണ്ണ് എന്നിവയാണ്. ഇതിനുത്തരം എക്കൽ മണ്ണാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനം എക്കൽ മണ്ണാണ്. ഇന്ത്യയിൽ ഏകദേശം 43% വ്യാപിച്ചു കിടക്കുന്നതും എക്കൽ മണ്ണാണ്. ഏറ്റവും ഫലഭൂയിഷ്ഠമായ മണ്ണാണിത്. നദികൾ നിക്ഷേപിക്കുന്ന എക്കൽ കൊണ്ടാണിത് രൂപപ്പെടുന്നത്. അതുകൊണ്ടാണ് എക്കൽ മണ്ണ് എന്നൊരു പേര് വന്നത്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് പലപ്പോഴും PSC ചോദ്യമായിട്ട് വരാറുണ്ട്. അതിനുള്ള ഉത്തരം കറുത്ത മണ്ണാണ്. ബസാൾട്ട് ശിലകൾ പൊടിഞ്ഞാണ് കറുത്ത മണ്ണ് രൂപപ്പെടുന്നത്. ഇരുമ്പിൻ്റെ അംശം കൂടുതലുള്ളതാണ് ചെമ്മണ്ണിൽ. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ആ ഒരു ചുമപ്പ് നിറത്തിന് കാരണം. ചെമ്മണ്ണിൻ്റെ ചുമപ്പ് നിറത്തിന് കാരണം ഇരുമ്പിൻ്റെ അംശം കൊണ്ടാണ്. അപ്പോൾ മണ്ണിനങ്ങൾ എന്ന ഭാഗത്ത് നിന്നാണ് ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണാണ് എക്കൽ മണ്ണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം 25. ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ മത്സരിച്ച നിയമസഭാ മണ്ഡലം ഏതാണ്? നമുക്കറിയാം, ഇനി വരുന്ന പല എക്സാമിനും ഇതുപോലത്തെയുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും വരും അല്ലേ. മന്ത്രിസഭ, മന്ത്രിമാർ, അവർ മത്സരിച്ച മണ്ഡലങ്ങൾ, അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ, ഇത് ഉറപ്പായിട്ടും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസുകളാണ്. അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ മത്സരിച്ച നിയമസഭാ മണ്ഡലം ഏതാണെന്നാണ്. ഓപ്ഷനായി നൽകിയിരുന്നത് ധർമ്മടം, പറവൂർ, പാലക്കാട്, പേരാവൂർ ആണ്. അപ്പോൾ ഇത് കറണ്ട് അഫെയർ ആണ്, ആരും മറന്നുപോയിട്ടില്ലെന്ന് വിശ്വസിക്കുന്നു. ശരിയായ ഉത്തരം പറവൂർ ആണ്. VD സതീശൻ എറണാകുളം ജില്ലയിലെ പറവൂർ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന MLA ആണ്. അപ്പോൾ ധർമ്മടം, നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ മത്സരിച്ച മണ്ഡലമാണ് ധർമ്മടം. കണ്ണൂർ ജില്ലയിലെ ധർമ്മടം മണ്ഡലത്തെയാണ് ശ്രീ പിണറായി വിജയൻ പ്രതിനിധാനം ചെയ്യുന്നത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം 26. ഇതും ഒരു കറണ്ട് അഫെയർ ഭാഗത്ത് നിന്ന് വന്ന ചോദ്യം തന്നെയാണ്. മന്ത്രിസഭയിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ചോദ്യം. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷനുകൾ നോക്കാം. ശ്രീ V മുരളീധരൻ, ശ്രീമതി വീണ ജോർജ്, ശ്രീമതി ശൈലജ ടീച്ചർ, ശ്രീ K മുരളീധരൻ. ഇതിനുള്ള ശരിയായ ഉത്തരം നമുക്കറിയാം, ശ്രീ K മുരളീധരനാണ്. ഇപ്പോഴത്തെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് ശ്രീ K മുരളീധരനാണ്. അപ്പോൾ ഇനിയുള്ള എക്സാമിനുകൾ ഉറപ്പായിട്ടും മന്ത്രിമാരും അവരുടെ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളും പഠിച്ചിട്ട് തന്നെ വേണം എക്സാമിന് നമ്മൾ പോകാൻ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ചോദ്യം 27. ഈ ചോദ്യം 27 എന്ന് പറയുന്നത് ചോദ്യം 25ൻ്റെ ഒരു ആവർത്തനമായിരുന്നു. അതുകൊണ്ട് നമുക്കിനി അത് നോക്കാതെ 28ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം 28. താഴെ പറയുന്നവയിൽ ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടാത്ത വെള്ളച്ചാട്ടങ്ങൾ ഏതൊക്കെയാണ്? വെള്ളച്ചാട്ടങ്ങൾ എന്ന ഭാഗത്തു നിന്നാണ് ചോദ്യം. ഇടുക്കി ജില്ലയിലെ വെള്ളച്ചാട്ടങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. 3 വീതമുള്ള വെള്ളച്ചാട്ടങ്ങളുടെ ഒരു ഗ്രൂപ്പ് പോലെയാണ് ഓരോ ഓപ്ഷനുകളും തന്നിരിക്കുന്നത്. ഈ ഓപ്ഷനുകളിൽ ഇടുക്കി ജില്ലയിലെ വെള്ളച്ചാട്ടങ്ങൾ അടങ്ങിയ ഗ്രൂപ്പ് അല്ലാത്തത് ഏതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോ ഗ്രൂപ്പ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി നൽകിയിരിക്കുന്നത് മീൻവെള്ളം, തുഷാരഗിരി, സീതാർകുണ്ട്. രണ്ടാമത് നൽകിയിരിക്കുന്നത് ചീയപ്പാറ, തൊമ്മൻകുത്ത്, തൂവാനം. അടുത്തത് വളഞ്ഞങ്ങാനം, ഞായംകാട്, അഞ്ചുരുളി. ലാസ്റ്റായി നൽകിയിരിക്കുന്ന ഗ്രൂപ്പ് വാളറ, ലക്കം, ചിന്നക്കനാൽ. അപ്പോൾ ഇതിൽ ഏത് ഗ്രൂപ്പാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഗ്രൂപ്പുകളാണ് ഇടുക്കി ജില്ലയിലെ വെള്ളച്ചാട്ടങ്ങൾ അല്ലാത്തത് എന്നാണ് ചോദ്യം. ഇതിൽ ശരിയായ ഉത്തരം 1 അതായത് ഒന്നാമത് നൽകിയിരിക്കുന്ന ഓപ്ഷൻ മാത്രമാണ് തെറ്റ്. ബാക്കി എല്ലാ ഓപ്ഷനുകളും ഇടുക്കി ജില്ലയിലെ വെള്ളച്ചാട്ടങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. മീൻവല്ലം, തുഷാരഗിരി, സീതാർകുണ്ട് എന്നിവ ഒഴികെ ബാക്കി ചോദ്യത്തിൽ നൽകിയിരിക്കുന്ന എല്ലാ വെള്ളച്ചാട്ടങ്ങളും ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നവയാണ്. അപ്പോൾ ഈ മീൻവല്ലം, സീതാർകുണ്ടും സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. തുഷാരഗിരി വെള്ളച്ചാട്ടം ഉള്ളത് കോഴിക്കോട് ജില്ലയിലുമാണ്. ചീയപ്പാറ, തൊമ്മൻകുത്ത്, തൂവാനം, വളഞ്ഞങ്ങാനം, ഞായംകാട്, ലക്കം തുടങ്ങിയവ ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങളാണ്.
അപ്പം മീൻവല്ലം സീതാർകുണ്ടും സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലും തുഷാരഗിരി ഉള്ളത് കോഴിക്കോട് ജില്ലയിലുമാണെന്ന് ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം 29. താഴെ പറയുന്നവയിൽ 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള നദികൾ ഏതൊക്കെയാണ്? അപ്പോൾ കേരളത്തിലെ നദികൾ എന്ന ഭാഗത്തു നിന്നാണ് ചോദ്യം. കേരളത്തിലെ നദികളിൽ ഈ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള നദികളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷനുകളായി നൽകിയിരിക്കുന്നത് ഭാരതപ്പുഴ, കടലുണ്ടി, വളപട്ടണം, ചാലിയാർ ആണ്. നമുക്കറിയാം ഈ തന്നിരിക്കുന്ന 4 നദികളും 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള നദികളാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് പെരിയാർ. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയാണ് ഭാരതപ്പുഴ. നീള എന്ന പേരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്നു. ഭാരതപ്പുഴയുടെ നീളം എന്ന് പറയുന്നത് 209 കിലോമീറ്റർ ആണ്. കേരളത്തിലെ 4ാമത്തെ വലിയ നദിയാണ് ചാലിയാർ. നീളം 169 കിലോമീറ്റർ. കടലുണ്ടിപ്പുഴയുടെ നീളം 130 കിലോമീറ്റർ ആണ്. മലബാർ പ്രദേശത്തെ പ്രധാന നദികളിലൊന്നാണ് വളപട്ടണം പുഴ. നീളം 110 കിലോമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എല്ലാ നദികളും എത്രയായിരുന്നു? 100 കിലോമീറ്ററിൽ കൂടുതൽ ഒഴുകുന്ന നദികളാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആയിരുന്നു കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മൾ ഇന്ന് 5 ചോദ്യങ്ങൾ പഠിച്ചു. 5 ചോദ്യങ്ങളുടെ വിശദീകരണങ്ങളും നോക്കി. ഇത് നിങ്ങളുടെ അടുത്ത പരീക്ഷ, അതായത് ഇത് നാളെ എക്സാം വരുന്നു, അതിലെല്ലാം നിങ്ങൾക്ക് ഇത് കൂടുതൽ നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഇത് ചോദ്യങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളും കൃത്യമായി തന്നെ മനസ്സിലാക്കി വെക്കുക. അടുത്ത പരീക്ഷ നല്ല മാർക്ക് സ്കോർ ചെയ്യുക. അപ്പം വീണ്ടും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ വിശദീകരണവുമായി നമുക്ക് ഉടൻ പ്രതീക്ഷിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.